തൃശൂർ നഗരത്തെ കീഴടക്കാൻ പുലികൾ നാളെ ഇറങ്ങും. അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് പുലിക്കളി സംഘങ്ങൾ. 9 സംഘങ്ങളാണ് ഇത്തവണ മത്സരത്തിനുള്ളത്. തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്. തൃശൂർ നഗരത്തെ ഒന്നാകെ ആവേശത്തിലാക്കാൻ പുലികൾ ഇറങ്ങും. എന്തൊക്കെയാണ് നിലവിലെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? എന്തൊക്കെ തയ്യാറെടുപ്പുകളിലാണ് പുലിക്കളി സംഘങ്ങൾ? അഖില, പൂരം കഴിഞ്ഞു, ഓണം കഴിഞ്ഞു. ഇനി പുലികളിയുടെ ആവേശത്തിലേക്കാണ് തൃശ്ശൂർ നഗരം കടക്കുക. നാലാം ഓണ ദിവസം ഇന്നാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് തൃശ്ശൂരുകാർ നാലാം ഓണമായി ശരിക്കും യഥാർത്ഥത്തിൽ പറയാറുള്ളത്. കാരണം പുലികൾ നഗരം കീഴടക്കാൻ ഇറങ്ങുന്ന ദിവസമാണ് പുലികളി നടക്കുന്ന നാലാം ഓണ ദിവസം. അതുകൊണ്ട് തന്നെ തൃശ്ശൂരുകാരെ സംബന്ധിച്ചുകൊണ്ട്, നഗരവാസികളെ സംബന്ധിച്ചുകൊണ്ട് നാലാം ഓണം തൃശ്ശൂരാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളുള്ളത് സീതാറാം ദേശത്തിൻ്റെ പുലിമടയിലാണ് ഉള്ളത്. പുലിമടയല്ല, ഇവിടെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഇവിടെ പുലികൾക്ക് വേണ്ടിയുള്ള ആടയാഭരണങ്ങൾ, അതായത് പുലിക്കളി വേഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആടയാഭരണങ്ങളൊക്കെ ഒരു ചമയ പ്രദർശനം, പൂരത്തിന് ഒരു പൂരപ്രദർശനമുണ്ടെങ്കിൽ പുലിക്കളിക്ക് ഒരു പുലികളിയുടെ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രദർശനമുണ്ട്. പുലിവാൾ എഴുന്നള്ളിപ്പടക്കമുള്ള ചടങ്ങുകളുണ്ട്. അല്പസമയത്തിനകം മന്ത്രി കെ രാജൻ ഇവിടേക്ക് ഈ പരിപാടിക്കായി എത്തും. പുലിവാൾ എഴുന്നള്ളിപ്പ് എന്നുള്ളതാണ് ഈ പുലിക്കളിക്ക് മുന്നോടിയായി തലേ ദിവസം നടക്കുന്ന പരിപാടിയുടെ പേര്. ഇപ്പോൾ ഉള്ളത് സീതാറാം ദേശത്തിനോടൊപ്പമാണ്. നിരവധി പുലിക്കളി മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ തവണ വർഷങ്ങളിലടക്കം ഒട്ടേറെ സമ്മാനങ്ങൾ നേടി വിജയിച്ച ഒരു പുലിക്കളി ദേശമാണുള്ളത്. അതിൻ്റെ ഭാരവാഹിയായ കേശവദാസ് നമ്മളോടൊപ്പം ചേരുന്നു. എവിടം വരെയായി ഒരുക്കങ്ങൾ? പുലിമട തയ്യാറെടുത്ത് കഴിഞ്ഞോ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുള്ള ഒരു ഓട്ടത്തിൻ്റെ അവസാന ലാപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാളെ ഈ സമയമാകുമ്പോഴേക്കും പുലികളെല്ലാം നഗരത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും. കാരണം നാളെ ഒരു 6 മണിയോട് കൂടി നമ്മുടെ മെയ്യെഴുത്ത് ആരംഭിക്കും. വൈകിട്ടൊരു 3 മണിയോട് കൂടിയിട്ട് നമ്മുടെ പുലിയിറക്കം, അത് നമ്മൾ വിശ്വപ്രസിദ്ധമായ രീതിയിൽ തന്നെയാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് അത് പുലിയിറക്കം വരുന്നത്. 3 മണിയോട് കൂടി ഇറങ്ങി 5 മണിയോട് കൂടി നമ്മൾ നഗരത്തിലേക്ക് കയറുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പൂരത്തിന് കുടമാറ്റം പോലെ തന്നെ വെറൈറ്റിയാണ് പുലികളിക്ക്. ഓരോ പ്ലോട്ടുകളും പുലികൾ കൊണ്ടുവരുന്ന വെറൈറ്റികളും ഒക്കെ ഇത്തവണയും സീതാറാമിന് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടും. സീതാറാമിനെ സംബന്ധിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാം അതിൻ്റെതായ ചില വ്യത്യസ്തതകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ വർഷം ആദ്യമായിട്ട് നമ്മളാണ് പുലിപ്പാതുകം, പുലികൾക്ക് ചെരുപ്പ് ഇറക്കിയത്, പുലിപ്പാതുകം ഇറക്കിയത് നമ്മളാണ്. കഴിഞ്ഞ വർഷം LED പുലികൾ ഇറക്കിയത് നമ്മളാണ്. ഈ വർഷം അതിൻ്റെതായ വ്യത്യസ്തത നമ്മൾ പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താൻ നമുക്കിപ്പോൾ സാധിക്കില്ല. അതെപ്പോഴും സസ്പെൻസ് ആയിക്കൊണ്ട് തന്നെയാണ് നമ്മൾ രംഗത്തിറക്കാറ്. എത്ര പെൺപുലികളുണ്ട്? 2 പെൺപുലികളാണ് ഇത്തവണ നമ്മുടെ കയ്യിലുള്ളത്. 51 പുലികളാണ്. അതിൽ 2 വനിതാ പ്രാതിനിധ്യം അതിലുണ്ട്. ഓക്കെ, എന്തായാലും സീതാറാം ദേശത്തിന്റെ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്. ഏതായാലും പുലിമടയുടെ ഒരു ആവേശം, നിങ്ങളും ഒരു ആർപ്പ് വിളിച്ച് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. ഒരു ആർപ്പ് കൂടെ ആകാം. ഓണം കഴിഞ്ഞ് എത്രമാത്രം ആവേശത്തിലാണ് പുലികളിക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത്? വളരെ ആവേശത്തിലാണ്. മാവേലി വിളിച്ച ആ സന്ദേശം ഉണ്ടല്ലോ, മാവേലി നാടു അണിയിടുകാനും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. നിങ്ങൾ പറഞ്ഞാൽ ഒരു പൊളിവചനവും ഇല്ല, യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞോളൂ. ഇത്തവണയും മത്സരം പിടിക്കും പുലിമട. പിന്നെ ഇവിടുന്ന് പുലി 51 പുലി സ്ത്രീകളും ഉണ്ട് അതിൻ്റെ ഒപ്പം. കുട്ടിപ്പുലിൻ്റെ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. പിന്നെ കുറെ സസ്പെൻസ് വേറെ ഉണ്ട്, അതിപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും വെറൈറ്റികൾ ഒരുപാട് ഉണ്ടാവും. ഉണ്ട്. അത് നാളെ അറിയും. നാളെ 4 മണിക്ക് ഇവിടെ ഇറങ്ങും, 3 മണിക്ക് ഇറങ്ങുമ്പോൾ വിവരം അറിയും. ഏതായാലും നാടിൻ്റെ ഒരു ആഘോഷമാണല്ലേ ഈ പുലികളി എന്ന് പറയുന്നത്. സീതാറാം ദേശത്ത് ഈ പ്രദേശവാസികളുടെ എല്ലാ ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷം തന്നെയാണ്. തീർച്ചയായും ഈ പ്രദേശത്തെ എല്ലാവരും, കുട്ടികളും അമ്മമാരും എല്ലാ സഹോദരന്മാരും ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണിത്. നാളെ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ഇവര് ഒരു ദേശക്കാരുടെ മാത്രമല്ല, തൃശ്ശൂർ നഗരത്തിൻ്റെ, തൃശ്ശൂർ ജില്ലയുടെ ആകെ ഒരു ആഘോഷമാണ് ഈ പുലികളി എന്ന് പറയുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ആളുകൾ ഈ ഒരു ദിവസത്തേക്ക് തൃശ്ശൂരിലേക്ക് എത്തും. വിദേശത്തു നിന്നുള്ള വിദേശ പൗരന്മാരടക്കം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെ ഓരോ മുക്കിലും മൂലയിലും പുലികൾ പുറത്തിറങ്ങുന്നത് കാണാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന ദൃശ്യം, നഗരമാകെ പുലികൾ കൊണ്ട് മൂടുന്നൊരു ദൃശ്യം. അതൊക്കെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെ രാവിലെ മുതൽ ന്യൂസ് മലയാളത്തിൻ്റെ സംഘവും സജീവമായി തന്നെ പുലികളിയോടനുബന്ധിച്ച് കൊണ്ടുള്ള റിപ്പോർട്ടിങ്ങിനായി ഇവിടെ എത്തുന്നുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാരെല്ലാം തൃശ്ശൂരിലേക്ക് എത്തും. കാഴ്ചക്കാർക്ക്, പ്രേക്ഷകർക്ക് ഒരു ദൃശ്യവിരുന്നായിരിക്കും തൃശ്ശൂരിലെ പുലികളി എന്നുള്ള കാര്യം സംശയമില്ലാതെ പറയാം. അഖില, ശരി, തൃശ്ശൂരിലെ പുലികളി പ്രേക്ഷകർക്ക് ഒരു ദൃശ്യവിരുന്നായി തന്നെ ന്യൂസ് മലയാളം പങ്കുവയ്ക്കും. ലെവിൻ കെ വിജയനാണ് അതിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.